ഞങ്ങള് ഗിഫ്റ്റ് മേടിക്കാൻ പോയി. എന്റെ കൂട്ടത്തിൽ നീ മേടിക്കാനോടെ പോകണം. താജ് ഷോപ്പിൽ പോണോ സിആറിൽ പോണോ? എവിടെ പോണം? എവിടെയാ പോണ്ടേ? ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധമാളോസിന്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ എവിടെ പോലെ ഒരുക്കിക്കറിയോ? കുറച്ച് മത്തി മേടിക്കാവോ? അതെ, എന്താ അറിയോ, ഇവിടെ വന്നിട്ട് എല്ലാ ദിവസവും ബീഫും പിന്നെ പോർക്കും ഒക്കെ ആയിരുന്നു. അപ്പം വേണ്ട, അതൊന്നും വേണ്ട. അവർക്ക് ഇച്ചിരി മീനിന്റെ ഒരു മണം ഉണ്ടല്ലോ. അപ്പനും അമ്മൂനല്ല കേട്ടോ, അപ്പനും ഇച്ചിരി മീനിന്റെ മണം വേണം. ഇന്നലെ ഉണ്ടല്ലോ ഐഫോൺ ചോദിച്ചോണ്ട്, ഐഫോൺ ഇവരെന്തോ ഹെയർ ഓയിലിന്റെ എന്തോ വർക്ക് എന്തോ ചെയ്തോണ്ടിരിക്കണേ. അന്നേരം ചൂന ചോദിച്ചു, അപ്പൊ കൊടുത്തില്ല. ഇവള് കാറി ഞാൻ എന്നിട്ട് വേറെ ഫോണൊന്നും എടുത്തിട്ടൊന്നും സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒറ്റ ഒരെണ്ണം കുണ്ടിക്കിട്ടിട്ട് കൊടുക്കണം, ചുമ്മാ എന്തൊരു കാരണം ഇച്ചിരി വെളച്ചില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് അപ്പം വന്ന് സോപ്പിട്ട് എടുത്തോണ്ട് വന്ന് അപ്പനൊരു കുണ്ടിക്കിട്ടൊരെണ്ണം കൊടുക്കുകയും ചെയ്തു. അത് ആവശ്യമായിരുന്നു ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇച്ചിരി ഇപ്പോൾ കരഞ്ഞോണ്ട് പറയല്ലേ, എനിക്ക് വീട്ടിൽ പോണത് ചേട്ടാപ്പി പറയാൻ കേട്ടോ. അവിടെ കിട്ടി കഴിഞ്ഞാൽ എന്നത് ഇന്നമ്മയോ പാപ്പ മേടിച്ചു തരുന്നോണ്ട് ഇന്നമ്മ കേട്ടോ. ഉണ്ട് പൊന്നെ, ചോരക്ക് ചോര ചേർന്നു പറഞ്ഞാൽ കറക്റ്റ് കാര്യം കേട്ടോ. ഇപ്പൊ അതിനാണ്ട് അവൻ അമ്മൂനോട് പറഞ്ഞത് കേട്ടോ, എന്റെ പാപ്പും എല്ലാം മേടിച്ചു തരൂടി. കമ്മല് പാപ്പു, ഞാൻ കമ്മല് മാറ്റിയിട്ടെ. അപ്പൊ അതെന്ത് എന്നോട് പറയാ, എനിക്ക് കമ്മലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇട്ടിട്ടില്ല. പറയാ പാപ്പു മേടിച്ചു തരും. ഉണ്ടോ പൊന്നെ, ഒന്നും പറയണ്ട. അപ്പൊ ഞങ്ങൾ ഉപ്പേറ് വരെ ഒന്ന് പോവാണ്. കിങ്ങിണിമോളിന്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. കിങ്ങിണിമോക്ക് ബർത്ത്ഡേക്ക് ഒരു സാധനം ഞങ്ങൾ കൊടുത്തിട്ടില്ലായിരുന്നു, ഞാനും ചേട്ടായി. അപ്പൊ എന്നേലും ഒരു കുഞ്ഞു സാധനമൊക്കെ മേടിച്ചു കൊടുക്കാന്നുണ്ട് മനസ്സില്. എന്നാന്നൊക്കെ ഉള്ള സർപ്രൈസ് ആയിട്ട് കേട്ടല്ലേ. എന്നേലും ഒരു കുഞ്ഞ് ഒരു ഞാൻ പറഞ്ഞ ഒരു വെള്ളിക്കൊലസ് മേടിച്ചു കൊടുക്കാന്ന്. പക്ഷെ ഈ പെണ്ണ് ഇടുവോന്ന് അറിയത്തില്ലെന്നേ. എന്റെ ഇതാ ഇടുന്നില്ല. ഇനിയിപ്പൊ അംഗൻവാടിയിലൊക്കെ വിടുമ്പോഴത്തേനും കൊലസ് കിടക്കട്ടെ. പക്ഷെ ഇവിടെ ഇടുവോന്ന് അറിയത്തില്ല. തത്തമ്മ മേടിച്ചു കൊടുത്തിട്ട് അവളിട്ടില്ല. എന്നിട്ട് അതുകൊണ്ട് മാറി മേടിച്ചല്ലേ, അറിഞ്ഞാണ്ടാക്കി. അപ്പൊ എന്തേലും ആവട്ടെ, എന്തേലും ഒരു കുട്ടി സമ്മാനം മേടിച്ചു കൊടുക്കാം. ഒന്നുമില്ല, നമ്മുടെ കുട്ടി മറിയാമേ അല്ലേ അല്ലേ? സമ്മാനം വേണോ? എന്നാ എല്ലാവർക്കും ഒരു ലാബ് പറ. ഗിഫ്റ്റ് വേണം. ഗിഫ്റ്റ് വേണോ? എന്നാ എല്ലാരും ഒരു ലാബ് പറ. ഉമ്മ പറ. ദൈവമേ. പിന്നെ ഇത് നല്ലൊരു വീഡിയോ ആയിരിക്കും. ഗിഫ്റ്റ് വേണോ? എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അവിടെ ഉപ്പരെ പോയിട്ട് നമുക്ക് മേടിക്കാം. എങ്ങോട്ടാ പോണ്ടേ? താജ് ഷോപ്പിൽ പോണോ സിആറിൽ പോണോ? എവിടെ പോണം? എവിടെയാ പോണ്ടേ? സിആറിലാണോ താജ് ഷോപ്പിലാണോ? താജ് ഷോപ്പ് അടക്കി വലിയൊരു ബോളായിട്ട് മേടിച്ചെടുത്ത് സോപ്പ് ഇടാ. എവിടെയാ പോണ്ടേ? സിആർ പോയാ മതി. തള്ളയുടെ മകള് തന്നെ. അത് എന്നോട് നമുക്ക് പോകാം അല്ലെ. ഇവള് പറഞ്ഞോടത്താണോ നോക്കിക്കോ, നിങ്ങൾ നോക്കിയോ എങ്ങോട്ടാ പോകുന്നതെന്ന്. എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അവിടെ ഉപ്പരെ പോയിട്ട് നമുക്ക് മേടിക്കാം. ആണോ താജ് ഷോപ്പിലാണോ? താജ് ഷോപ്പ് അടക്കി വലിയൊരു ബോളായിട്ട് മേടിച്ചെടുത്ത് സോപ്പ് ഇടാ. എവിടെയാ പോണ്ടേ? സിആർ പോയാ മതി. തള്ളയുടെ മകള് തന്നെ. അത് എന്നോട് നമുക്ക് പോകാം അല്ലെ. ഇവള് പറഞ്ഞോടത്താണോ നോക്കിക്കോ, നിങ്ങൾ നോക്കിയോ എങ്ങോട്ടാ പോകുന്നതെന്ന്. താജ് ഷോപ്പിലാണോ? താജ് ഷോപ്പ് അടക്കി വലിയൊരു ബോളായിട്ട് മേടിച്ചെടുത്ത് സോപ്പ് ഇടാ. എവിടെയാ പോണ്ടേ? സിആർ പോയാ മതി. തള്ളയുടെ മകള് തന്നെ. അത് എന്നോട് നമുക്ക് പോകാം അല്ലെ. ഇവള് പറഞ്ഞോടത്താണോ നോക്കിക്കോ, നിങ്ങൾ നോക്കിയോ എങ്ങോട്ടാ പോകുന്നതെന്ന്. അവള് ചെരുപ്പിടാൻ തുടങ്ങിയതാണേ. അമ്മേ കണ്ടോ, ചെരുപ്പൊക്കെ എടുത്തോണ്ട് വന്നു. അത് കഴിഞ്ഞപ്പോ ഊരും പറഞ്ഞോണ്ട് വേണ്ടാന്ന് പറഞ്ഞോണ്ട് ദേ പോയിക്കാണ്. എങ്ങോട്ടാ? ഞാനങ്ങനെ എന്നൊക്കെ പറയും. അതൊക്കെ കേട്ട് നിങ്ങൾ എല്ലോ പറയാ വരാനിരുന്ന നാടൻ കേട്ട്. ജുവലറി പോകാത്ത നല്ല ജീൻസ് ഇട്ടത്, അല്ലാതെ അവൻ നിക്കർ ഇട്ടേനെ. നീ അങ്ങനെ പറഞ്ഞാ മതി. കളിക്കാന്നോ? എന്റെ കേറിയത് കളിക്കാന്ന്. കേറിയിരി നല്ലായിട്ട് കേറിയിരി. ഒയ്യോ ചൂന എവിടെ പോവാ? കുഞ്ഞെവിടെയാ പോകുന്നത്? താജ് ഷോപ്പിൽ. ഷോപ്പല്ല മോനെ, സിആർ എന്ന് പറഞ്ഞു തിരുത്തി കൊടുക്കും.
സിയാറിലോട്ടാണോ നീ? കൊച്ചിനെ പറഞ്ഞ് ആശിപ്പിച്ചിട്ട് ഒരുമാതിരി അല്ലേ വെച്ചോ. ചോറില്ലെന്ന് വിളിച്ചു വരുത്തിയിട്ട് ചോറില്ലെന്നാണ് അവസ്ഥ. കൊള്ളാം. എന്റെ ദൈവമേ, സഡനായിട്ടുള്ള തീരുമാനമാണ് കേട്ടോ. പെട്ടെന്ന് പോയി ഒരുങ്ങിക്കോ, എല്ലാരും പോയി ഇറങ്ങും, നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പോവാന്ന്. ഞാൻ അന്നേരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നേരത്തെ കൂട്ടിയിട്ട് നോക്കുന്നത് ഒരു പരിപാടിയില്ല. അപ്പൊ നമ്മുടെ സാവുച്ചേട്ടൻ്റെ അടുത്തിട്ട് മീൻ മേടിക്കാൻ പറ്റുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ സാവുച്ചേട്ടൻ്റെ മീൻ സെന്റർ. ഇവിടെയാണ് എല്ലാ മീനും ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ മീനുണ്ട്. ഇപ്പൊ ഇന്ന് അയലയും മത്തിയുള്ളൂ അല്ലേ? അതേ മീൻ മേടിച്ചു ആണ് കേട്ടോ സാവുച്ചേട്ടൻ. കണ്ടോ, വർഷങ്ങളായിട്ട് നമ്മളെ മീൻ മേടിക്കുന്നത് കേട്ടോ. ചേട്ടായിയൊക്കെ ഭയങ്കര കാര്യമാണ്. 3 കരഞ്ഞോ? എങ്ങനെ കരഞ്ഞേ? മുട്ട ഇങ്ങനെ പൊട്ടിച്ചു. മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ടോ നമ്മളെങ്ങനെയാ ചെയ്യുന്നേ? മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മൾ തിന്നില്ലേ? അത് കൊടുത്തിട്ടേന്ന് അവള് പറഞ്ഞാൽ ഏത് കൊടുത്തു വിടുമെന്ന് അറിയത്തില്ല. അതാ ഞാൻ ചേട്ടായിട്ട് മേടിക്കാൻ പറഞ്ഞേ. ദൈവത്തിനറിയാം. 2-3 സൈസുണ്ട്. മുട്ടത്തീറ്റെന്ന് പറയണ ദൈവമേ മതി. ഏത് മേടിച്ചോണ്ട് വരുമോ? പാപ്പൂനോടേ കോഴിത്തീറ്റ മേടിക്കാൻ പറഞ്ഞപ്പോഴേ നമ്മളിന്ന് രാവിലെ മുട്ട ചിന്നില്ലേ? കോഴിയല്ലേ നമുക്ക് മുട്ട തന്നേ. ചൂന ഒന്ന് ചിന്നില്ലേ ഇങ്ങനെ കടിച്ചു കുറച്ച്? മുട്ട തിന്നായിരുന്നോ രാവിലെ? തിന്നായിരുന്നോ? എന്നിട്ട് കോഴിക്ക് നമുക്ക് തീറ്റ കൊടുക്കണ്ടേ? പാവം കോഴിയല്ലേ, അവള് വിശന്നിട്ട് കരയല്ലേ കൊക്കോന്ന്. അതിന് തീറ്റ മേടിക്കാൻ പോയ അമ്മു. അയ്യോ, ഉടുപ്പ് കീറിണ്ട. അയ്യോ, നല്ല ഉടുപ്പല്ലേ, അത് കീറി കളയണ്ട. നല്ല ഉടുപ്പല്ലേ, സുന്ദരി ഉടുപ്പാ. ഇതാരാ ഈ ഉടുപ്പ് മേടിച്ചെന്നേ? എന്താ ആര് മേടിച്ചെന്നാ? ഇച്ചിമ്മ മേടിച്ചെന്നാണോ ഈ ഉടുപ്പ്? അല്ലല്ലോ, ഇച്ചിമ്മ മേടിച്ചല്ല. ആണോ? പൂഞ്ചി മേടിച്ച തന്നെയാണോ? ആണോ? നമ്മളെവിടെ പോവാ? തത്തമ്മ ജ്യൂസ് കൊണ്ടുപോയോ? തത്തമ്മ ജ്യൂസ് കുടിച്ചോ? നമുക്ക് പൈനാപ്പിൾ ഉണ്ട് വീട്ടിൽ, നമുക്ക് പോയിട്ട് ജ്യൂസ് അടിച്ചു കുടിക്കാവേ. ഓക്കെ, ഓറഞ്ചും ഉണ്ടോ? ജ്യൂസ് അടിച്ചു തരാം അമ്മ വീട്ടിൽ ചെന്നിട്ടേ. ഓക്കെ. ബസ് പോയതുണ്ടോ? ബസ് പോയത് കണ്ടോ? ബസ് അതെന്നാ പോലീസ് വണ്ടി. അത് പോലീസ് വണ്ടി. ചേച്ചി ഇരിക്കുന്നു കേട്ടോ. അപ്പൊ എന്നോട് പറയാം, അമ്മ ശ്രദ്ധിച്ച് നോക്കിക്കേ. അത് കണ്ടോ അമ്മൂമ്മ ഇരിക്കുന്നെന്ന്. ശ്രദ്ധിച്ച് നോക്കിക്കേ. കണ്ടോ? ശ്രദ്ധിച്ച് നോക്കിക്കേ. അത് കണ്ടോ അമ്മൂമ്മ ഇരിക്കുന്നെന്ന്. എന്നാ ചൂന്? വാവേനെ കണ്ടു. വാവ അതിലെ പോന്നു. കണ്ട അതിലെ ഒരു വാവ പോന്നു. ഇവിടെ വന്നു ഞാൻ ക്യാമറ ഓണാക്കിക്കൊണ്ടല്ലോ. ക്യാമറ ഓണാക്കുന്നതിന് മുമ്പേ ഇവിടെ കിടന്നോണ്ട് തുള്ളുവായിരുന്നു കേട്ടോ. കമ്മല് അതെ, അവരപ്പനും മകളും കളിക്കും. അപ്പൊ ഇച്ചിമ്മയുടെയും പാപ്പുവിന്റെയും വക കമ്മല് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് മതിയോ? ഏതാ വേണ്ട? ഇത് നല്ല രസമായിരുന്നു. ഇത് മുഖത്തിന് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ചേരുന്നുണ്ട്. അടിപൊളി. ഇഷ്ടപ്പെട്ടോ വെച്ചു? അടിപൊളി. അങ്ങനെ ഞങ്ങള് അമ്മ രണ്ടെണ്ണം വേണേ ഇത് പോണത്തൊക്കെ നോക്കിയമ്മേ. അമ്മയ്ക്കല്ല എനിക്ക്.
ഏത് കൈയൊക്കെ ഫ്രീ ആ. കണ്ടോ, ഒന്നുമില്ല. കണ്ടോ കണ്ടോ, ഞാൻ വെറുതെ ഇട്ടിട്ടാ വന്നേക്കുന്നത്. അങ്ങനെ പിന്നെ ഉള്ള വളയൊക്കെ ഊരി വെച്ചിട്ട് ചെയിനൊക്കെ ഊരി വെച്ചിട്ട് CRE വരുമ്പോഴത്തേക്കും ഇങ്ങനെ വലിയ കാര്യങ്ങളുണ്ടാവും. ഞാൻ മനഃപൂർവ്വം ഊരി വെച്ചിട്ട് എന്ത് കണ്ട് ദയനീയാവസ്ഥ തോന്നി മേടിച്ചു തന്നാണ്. തുമ്പീനെ അത് അച്ചു കിട്ടും. അത് അവളുടെ കാത കിടന്നത്. അല്ല മറ്റേത് വീട്ടിൽ ചെന്നിട്ടുണ്ടോ? ആ അത് മതി, അത് മതി. പാപ്പു വന്നു കഴിയുമ്പോ പാപ്പുവിനെ കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുക. ജാനക്കുട്ടി റീഡാണ് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഗോൾഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ചിന്തമ്മയുടെയും പാപ്പുവിന്റെ പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് കേട്ടോ. ബർത്ത്ഡേ ഗിഫ്റ്റ് ആണേ. പാപ്പു വരുമ്പോ പാപ്പുവിന് ഒരു കൊടുത്തേക്കണേ. ഇട്ടിട്ട് നമുക്ക് എല്ലാരെയും കാണിക്കാം കേട്ടോ. ഇതിപ്പോ ഞാൻ മാത്രമായിട്ട് കൊടുക്കുന്നതല്ല കേട്ടോ, ഞാനും ചേട്ടായി നമ്മളെല്ലാരും കൂടെ ചേർന്ന് കൊടുക്കുന്ന കേട്ടോ. സത്യം പറഞ്ഞ ഒരു വെള്ളിക്കൊടിച്ച് വെച്ച് കൊടുക്കാൻ ഇപ്രാവശ്യം നോക്കണ്ടായിരുന്നത്. ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? കൊച്ചിന്റെ ഇഷ്ടം ചോദിച്ചിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തത്. അതെ, കൊച്ചിനോട് ചോദിച്ചു ഏതാ വേണ്ടേന്ന്. കൊച്ചിനോട് ചോദിച്ചു. അത് ഇടട്ടെ. അവിടെ വെച്ച് ഇട്ടൊക്കെ നോക്കി ഞങ്ങൾ ഇട്ടത്. ജാനിയുടെ കമ്മല് ഫുള്ള് ഇച്ചു മേടിച്ചെന്നില്ല അല്ലേ? 3-4 കമ്മ മേടിച്ചിട്ടുണ്ട് അല്ലേ? 3-4 ഇപ്പൊ ഞാൻ ഇത് മേടിച്ചേക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് അത് ഇട്ടപ്പോ ഉടനെ ഇതിന് വേണ്ടെന്ന്, തുമ്പി വേണ്ടെന്ന്, തുമ്പി ഉരിക്കോളെ. പിരിയിടാൻ പാടാ, കയ്യിൽ നിന്ന് പോയാ പോവുകയും ചെയ്തു. ഇത് ഞാൻ പക്ഷെ തന്റെ നീളമൊക്കെ ഉള്ളത് നോക്കിയാ മേടിച്ചേക്കുന്നത്. ആ ഒടിച്ചുകളല്ലേ? കൈ പിടിച്ചോ, ആ കാട്ടികളില്ലേ? യെസ്. ചോക്കിയെ ഇട്ടിട്ട് കാണിക്കാം. നമുക്ക് ഇട്ടിട്ട് കാണിക്കാം. ഒടിച്ച് നീരി അല്ലെങ്കിൽ അതിന്റെ ബന്ധു കയറി ഇരുന്നു കൊച്ച് അപ്പൊ കമ്മലിടാൻ പോവേണ്. ചെല്ലേ എനിക്ക്. യെസ്, എന്റെ ദൈവത്തമ്പുതാനെ. ചൂനക്ക് ഇഷ്ടായോ? ഏത് അമ്പൂ, പുതിയതാ ചുന, പുതിയതാ. അങ്ങോട്ട് തിരിഞ്ഞിരിക്കേ. ഇവിടെ പിരി തപ്പി നടക്കണം ഗൈസ്. അതെ, സാധാരണ അമ്മ ഓരോ പ്രാവശ്യം വരുമ്പോ ഓരോ പിരി ഇവിടെ കൊടുക്കാൻ പോകും. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഓരോ കളഞ്ഞിട്ട് പോയി. എവിടെയാന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഇതെനിക്ക് കാണാൻ പറ്റുന്നില്ലടി. അത് കൊല്ലക്കാരച്ചിയാണേ. അമ്മ ഊരി കൊടുക്കാം. അത് ശകലം കള്ളക്കാരച്ചിയാട്ടോ. പോയോ? അതെ, ഒരു കമ്മലിടണമെങ്കിൽ എന്തെല്ലാം ട്രാജഡി അല്ലേ? എനിക്ക് അമ്മ ഇട്ട് തരാന്ന് കമ്മൽ കാതെ. ജാനിക്കുട്ടി അനങ്ങാണ്ട് ഇടട്ടെ. ഇത് എന്നെ കട്ടിക്കണ എന്നെ കെട്ടാൻ വന്നതെന്ന് ഈ പുമ്പിക്ക് തണ്ടിന് വണ്ണക്കുറവാ, അപ്പൊ ഇത് ഇച്ചിരി വണ്ണ കൂടുതലാ, അതുകൊണ്ടാന്ന് തോന്നുന്നു. സുന്ദരനായിട്ടുണ്ടല്ലോ. ശ്രദ്ധയോടുകൂടി ചെയ്യണം. ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം ഇതൊക്കെ. അല്ല അങ്ങോട്ട് അതിടാൻ വലിയ പാടില്ല. അത് ഇതിടാനാണ് ടാസ്ക്. പിരിയിടാണ്ടല്ലേ? ഇത് ഇടുന്നവർക്കറിയാം. ഇത് അല്ല, നമ്മളിപ്പോ അമ്മനുസരിച്ച് നമ്മുടെ പ്രായം ഇതിൽ കണക്ക് കൂട്ടാം. എന്തെന്ന് മനസ്സിലായില്ല. ഇത് ഇടുന്നവർക്കല്ലേ? അത് ഇടുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്രായം. അതെ, കണ്ണുപിടിക്കില്ലല്ലോ. ഇന്നലെ ആരൊക്കെ കണ്ടുണ്ട് ചൂന
സിന്ധുവിനെ എടുത്തെങ്കിൽ മാത്രമേ അതിന്റെ കണ്ണൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ. ചെവിയും അതെ സത്യം കമന്റ് കണ്ടിട്ടുണ്ടോ? കണ്ണും മൂക്കും ഒന്നും മുടി വളർത്തുന്നില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അവളുടെ ഇന്നമ്മയ്ക്കൊക്കെ മുടി ഉള്ളതാ ഇഷ്ടം അല്ലേ ചുന? അവക്കും മുടിയുള്ളതാ ഇഷ്ടം. എന്നാ മുടി ആ മുടിയൊക്കെ ഒന്ന് മാറ്റിക്കേ, ചെവിയൊക്കെ ഒന്ന് കാണട്ടെ. ഓ ഞങ്ങളിച്ചിരി കമ്മലും ഒഴിച്ചു. ഇനി ഓ എന്റെ മുടി എനിക്കൊരു ഭാരമാണ് അല്ലേ ജാനി? ഇത് ഇച്ചിരി താത്ത് വെച്ചേ, ഇത് ഇങ്ങോട്ട് ഇച്ചിരി താത്ത് കമന്റ് ചെയ്തേ കേട്ടോ. നല്ലതാണോ സൂപ്പറാണോ ഇഷ്ടപ്പെട്ടോ കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആരെയാ കിട്ടിയ? അത് അമ്മുന്റെ അല്ലേ കിട്ടിയ, അമ്മുന്റെ അച്ഛന്റെ ഉടുപ്പാ കിട്ടിയത്. പക്ഷെ കോളായി കേട്ടോ. ഓ എന്റെ ദൈവമേ, നല്ല അടിപൊളിയായി, ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങാട് വരിക, അതിന്റെ ആവശ്യമില്ല അച്ഛന്ന് പറ. അച്ഛന് കൂടി കൊടുക്കാൻ കമ്മിന്. പക്ഷെ ഇത് പുമ്പിനേക്കാളും രസമായില്ലേ? അച്ഛന് കൊടുക്കുന്നുണ്ടോ? എന്നാ വിലയല്ലേ, ഗോൾഡിനൊക്കെ തീ പിടിച്ച വില കേട്ടോ. 1 ഗ്രാമിന് 7000 സംതിങ് ആയിപ്പോ. ഇത് 1 ഗ്രാമിന് ശാലത്തിന് കുറവുണ്ട്. പക്ഷെ ഇത് എനിക്ക് ബട്ടർഫ്ലൈനെക്കാളും മുഖത്തിന് നല്ല മാച്ചായിട്ടുണ്ട്. ഇച്ചിരി എല്ലാവരും ഞങ്ങളൊന്ന് കാണിക്കും കേട്ടോ. പാപ്പൂനെ നമുക്ക് മാറ്റം എന്തെങ്കിലും ഉണ്ടോന്നൊന്നും വൈകിട്ട് വരുമ്പോ ചോദിക്കാവേ. പാപ്പൂനെ കാണിച്ചിട്ടില്ല. ഇനി സർപ്രൈസ് ഉണ്ടോ കുഞ്ഞി? ആ അടിപൊളി. എന്നെ മുതുക്കന് കുഞ്ഞി. അപ്പൊ ഇനി പാപ്പൂന്റെ ആകെ സർപ്രൈസ് ഉണ്ട്. വെയിറ്റിംഗ്. കിറ്റ് ജാനി കിറ്റ് എന്നാ പറയാ. കിറ്റ് ഉണ്ട്, കിറ്റ് നടത്തണം. അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലാവില്ലേ, അപ്പൊ വരാൻ പോകുന്നതിന് മുമ്പായിട്ട് ചെയ്യരുത് ഒരിക്കലും. അത് മുൻകൂട്ടി അതെ അതെ. പിറന്നാളിനന്ന് പോയി മലക്ക് പോയി, അവളെ അയ്യപ്പനെ കണ്ട് നല്ല അടിപൊളി സദ്യയൊക്കെ വയറ് നിറച്ച് കഴിച്ചിട്ട് അവള് പോയത്. നമുക്ക് പോകാൻ പറ്റില്ല, എനിക്ക് ചേട്ടായും പോകാൻ പറ്റില്ല. അന്നേരം അവര് സുധാമൻ പറഞ്ഞു, അമ്മു എന്നോട് പറഞ്ഞു, എന്നാ ഈ പ്രാവശ്യം ഒരു കാര്യം ഈ ബർത്ത്ഡേ അവിടെ വെച്ചാൽ ആഘോഷിച്ചോളാം. അടുത്ത വർഷം മലയ്ക്ക് പോകാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് വിടാതെ സുധാമയ്ക്ക് ഇങ്ങോട്ട് വന്നാ മതി. അന്നേരം പറഞ്ഞു, എന്നാ ഈ പ്രാവശ്യം പിറന്നാൾ അവിടെ കൊണ്ടുപോയി ആഘോഷിക്കടി, അപ്പനും അമ്മയൊന്ന് സന്തോഷിച്ചോട്ടെ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കട്ട് കേക്ക് വരെ മേടിച്ചേ. ഗിഫ്റ്റ് ഒന്നും അങ്ങനെ അധികം മേടിച്ചൊന്നുമില്ല. ഒരു പീസ് കേക്ക് മാത്രം മേടിച്ചു. പപ്പടം പഴം പായസം കൂട്ടി നല്ല അടിപൊളി പറഞ്ഞാൽ അപ്പൊ ബർത്ത്ഡേയുടെ ഡേറ്റ് ഒക്കെ നമ്മള് അറിയിക്കുന്നതാണ്. ഫംഗ്ഷന്റെ അപ്പൊ പപ്പ വരുമ്പോ നമുക്ക് സർപ്രൈസ് ആയിട്ട് കാണിച്ച് ഞെട്ടിക്കാം. ഓക്കെ. കണ്ടീഷണറും ഷാമ്പൂ മേടിച്ചാണ് കേട്ടോ ഡോവിൻ്റെ. പിന്നെ കോഴിത്തീറ്റ മീൻ മേടിച്ച ഇതാണ് കേട്ടോ, കുഞ്ഞുമത്തിയാണ്. പക്ഷേ സൂപ്പർ മത്തിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അവനെ വെട്ടി റെഡിയാക്കി കൊടുക്കട്ടെ. 2-3 അതിനകത്ത് ഉള്ളതിൽ 2-3 വലുത് അങ്ങോട്ട് വെട്ടി കൊടുക്കാൻ വളർത്തട്ടെ, അവർ ചോറുണ്ണട്ടെ. ഈ കോഴിക്ക് ഇച്ചിരി ഇഷ്ടമുള്ള തീറ്റ കേട്ടോ. ഇത് മുട്ടത്തീറ്റയാണേ, കൊത്തി കളയുക. 2 മുട്ട ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ഗോതമ്പ് റൂത്ത് കുത്തി കളയുക കേട്ടോ. എന്നോടുക്കാണോ കുറച്ച് നേരമായി കേട്ടോ. കൊച്ചുമകൾ അങ്ങോട്ട് ഓരോരോ സാധനം തിന്നോണ്ട് വരുന്നുണ്ട്. ഞാൻ ചോദിക്കുമ്പോ ഇച്ചുമ്മ തന്നു പറയും. എന്താ ഇവിടെ പരിപാടി? നാരങ്ങ അച്ചാർ ഈന്തപ്പഴം ഇട്ട്. നാരങ്ങയും നമ്മള് നാരങ്ങ വെള്ളം ഞാൻ ഈ ചിയാസീഡിനകത്ത് പിഴിഞ്ഞു കുടിക്കല്ലേ, എന്നിട്ട് അതിന്റെ തൊലി ഉപ്പിനകത്തിട്ട് വെച്ചിരുന്ന, അല്ലാതെ ശരിക്കുള്ള ഒറിജിനൽ നാരങ്ങയല്ല. പിഴിഞ്ഞ ആവശ്യത്തിനുള്ളത് എടുക്കും, ബാക്കി ഞാൻ ഒരു ടിന്നകത്തിട്ട് ഉപ്പ് പൊടി ഇട്ട് വെക്കും. അത് ഇപ്പൊ ചെറുതായിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് ഇപ്പൊ ചെറുതായിട്ട് അരിഞ്ഞെടുത്താ അച്ചാർ കഴിഞ്ഞിരിക്കും. അപ്പൊ ഇവിടെ ഇനിയിപ്പം നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ വരുന്നുണ്ടെങ്കിൽ അച്ചാർ കൊടുക്കണ്ടേ? അച്ചാർ കൊടുക്കണ്ടേ, തൊട്ടൂട്ടം കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഇട്ട് വെക്കാം. അല്ലെങ്കിൽ അന്നേരം ഇട്ടാലേ സത്യം പറഞ്ഞാൽ 1 മാസം കഴിയുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ ഇതിലിട്ട ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഇത്രയും പഴകിയില്ലേ ഇതിനകത്ത്. എന്തായാലും ഇവിടെ അതുകൂടെ ഇട്ട് വെക്കാന്ന് വിചാരിച്ചോണ്ട് ഞാൻ ഓരോന്ന് ചെയ്യുമായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോ ആദ്യം കൊടുത്തപ്പോ വലിയ ജാടയിട്ട് ഇവിടെ മകള് ജാനിക്കുട്ടി അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ.
എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒരെണ്ണം ഇച്ചിരി ഞാൻ ഒരു പീസ് വായി വെച്ച് കൊടുത്തു. ഇപ്പം പിന്നെ തോരത്തര എന്നാ വേണമെന്നാ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. കുരു അങ്ങനെ പറയുള്ളൂ. വായി വെച്ച് കുരുവോ കുരുവായിരുന്നോ. അത് കഴിഞ്ഞിട്ട് തന്നെ പിന്നെ ഒരു 3 വെള്ളം മേടിച്ചോണ്ട് പോയി. അപ്പൊ ഞാൻ ചോദിച്ചു കൊച്ചു തിന്നിട്ടാണോ വന്നേ? ചിന്നൂന്ന് പറഞ്ഞു. മൊത്തം ഒന്ന് തിന്നോ? അച്ഛന്റെ വായിലും കൊണ്ട് അച്ഛനും കൂടെ കൊടുത്തു. ഞാൻ നോക്കിയപ്പോ രണ്ടുകൂടി ഒന്ന് ചവയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതാ ഞാനിങ്ങോട്ട് വന്നേ എന്നാ ചവയ്ക്കുന്നേന്ന് അറിയാനായിട്ട്. അപ്പം അച്ചാറും കൂടി ഇട്ട് വെക്കാം നമുക്ക്. ഞാൻ അച്ചാറും കൂടി ഒന്നും ചേർക്കുന്നില്ല. ഇപ്പൊ നമ്മളെല്ലാം സ്വന്തം മുളക് പൊടി അങ്ങനത്തെ മസാല ഐറ്റംസ് അങ്ങ് ഒഴിവാക്കി. ഇനി നാളെ നമുക്ക് ഇച്ചിരി പണിയുണ്ട്. ആ മല്ലി എടുത്ത് വെയിലത്തൊന്ന് വെക്കണം. എന്നിട്ട് അവനെയും കൂടെ ഒന്ന് പൊടിച്ചു വെക്കണം. എനിക്കില്ല. ചൂന തിന്നിട്ട് ഡാൻസ് കളിച്ചോണ്ട് വന്ന് വീണ്ടും ഇച്ചിമ്മ അടുത്തേക്ക് ഇച്ചിമ്മ വീണ്ടും കൊടുക്കും. ഇനി കഴിഞ്ഞു കേട്ടാ. ഒരു കൂടെ ഉണ്ടായിരുന്നു പകുതി അപ്പനും നോക്കിയേ. ഇനി ഇല്ല. ഇനി അമ്മയ്ക്ക് ഇത് അച്ചാർ ഇടാനാ. ഒരു ഡാൻസ് കളിച്ച് കാണിച്ചേക്ക് അപ്പൊ തരും. ഒരു ഡാൻസ് കളിച്ച് കാണിച്ചേക്ക്. എങ്ങനെ ഡാൻസ് കളിച്ച് കാണിക്കുന്നേ? കാണാൻ വേണ്ടിട്ട് അങ്ങനെയാണോ ഡാൻസ് കളിച്ച് കാണിക്കുന്നേ? ഇങ്ങനെ എങ്ങാണ്ടൊരു ഡാൻസ് ഉണ്ടല്ലോ. അതല്ല മറ്റേ ഡാൻസ്. ഇങ്ങനെ 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 അവൾക്കൊരു ഡാൻസ് ഉണ്ട് കേട്ടോ. പ്രത്യേകതരം ഡാൻസ് ഒക്കെ. ഞങ്ങൾ കുളിച്ചിട്ട് ഒരുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അവിടെ കൊച്ചിന് വയറുവേദനയായിരുന്നു. അയ്യോ അല്ല തുണി പൊക്കി കാണിക്കണ്ട. അമ്മ എന്നാ തന്ന കൊച്ചിന്? മരുന്ന് തന്നായിരുന്നോ? മരുന്ന് തന്നു. നല്ലതായിരുന്നോ? ഉടപ്പൂരല്ലേ? പോയി കിടന്ന് ഉറങ്ങാൻ കുറച്ചു നേരം. ശാന്തമ്മയ്ക്ക് കൊച്ചിനെ കാണാൻ കൊതിയായിട്ട് പാടില്ല. വീഡിയോ കോൾ ചെയ്യാം. കൊതി വന്നൊന്ന് കാണാം. ശാന്തമ്മ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് കണ്ടില്ല. ഞങ്ങൾ ഉപ്പാറയ്ക്കൊക്കെ പോയി കയറുന്നു. അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ. ഉഷമ്മനെ വിളിച്ചിട്ട് കിട്ടിയില്ല. വെല്ലുമ്മച്ചീനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഒറ്റ ഒരെണ്ണം ഇല്ല. ഉറങ്ങുമായിരിക്കുമല്ലോ. വെല്ലുമ്മച്ചി വല്ല കാട്ടിലും മേട്ടിലും പറമ്പിൽ കൂടെ കിടക്കുമായിരിക്കും. പകലുറക്കം ഇല്ലെന്ന് തോന്നുന്നുണ്ടല്ലോ വെല്ലുമ്മച്ചിക്ക്. ഉഷമ്മ ചിലപ്പോ ഉറങ്ങുമായിരിക്കും. അല്ല എന്തെങ്കിലും പണിയായിരിക്കും. ഇല്ല. ഇന്ന് തൊട്ട് നമ്മള് വിളി തുടങ്ങും കേട്ടോ. നമ്മുടെ കൊച്ചിന്റെ പിറന്നാളിന്റെ. അധികം പേരൊന്നുമില്ല. കുറച്ച് പേര്. അപ്പൊ വിളിയൊക്കെ തുടങ്ങും. നമ്മളൊരു 3 വീട്ടുകാര് പത്രമൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എന്നറിയോ, അപ്പുറത്ത് ഹോളിൻ്റെ അവിടെ നിൽക്കുമ്പോൾ അപ്പുറത്തെ മെഷീൻ്റെ വർക്കിൻ്റെ ഭയങ്കര സൗണ്ടാണ്. കേട്ടേ നമുക്ക് ഞങ്ങളിങ്ങനെ കേട്ട് തലയ്ക്ക് ഇതാകുന്നപ്പോൾ നിങ്ങൾക്ക് കൂടെ അതൊരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാകും. എന്നെ ഇങ്ങനെ ഒരു കുറേ ദിവസങ്ങളായിട്ട് അവർ പുറത്ത് എന്തൊക്കെയോ വർക്കായിരുന്നു. അതുകൊണ്ട് മെഷീൻ വർക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് എവിടെ വെച്ച് വേണേലും പുറത്തും മുറ്റത്തും അവിടെ ഇവിടെയൊക്കെ നിന്ന് വീഡിയോ എടുക്കാമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ ഭയങ്കര ഒരു ഡിസ്റ്റർബായി തീർന്നിരിക്കുകയാണ്. എന്നും ചെയ്യുന്നത് അവരുടെ ചോറായതുകൊണ്ട് നമുക്കൊന്നും മേലെയും തരും. അവരുടെ വരുമാന മാർഗ്ഗമല്ലേ അത്. പക്ഷെ ഭയങ്കര ഒരു സൗണ്ടായിരുന്നു. എന്നോ തലയ്ക്ക് ഇങ്ങനെ ഇത് കേട്ട് ഭയങ്കര ഇതാണ്. ഇനിയിപ്പം വെയിലാകുമ്പോഴത്തേനും പൊടിയും കൂടെ ആകും. ഇപ്പം ഇന്നലെ ആ മുറ്റത്തോട്ട് ഇച്ചിരുന്നേരം ഇറങ്ങിയപ്പോഴത്തേനും ഭയങ്കര കാറ്റടിച്ചിപ്പോൾ ഇങ്ങോട്ടേക്ക് പൊടി വരും. എനിക്ക് ശ്വാസം മുട്ടലും ഉണ്ട്. അതാ ഒരു പ്രശ്നം. എന്നാ ചെയ്യാനാണ് എൻ്റെ ദൈവമേ. ഇവിടെ വന്നപ്പം ഇവിടെ നിന്ന് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു വന്നപ്പോൾ 2 കാക്ക ഇരുന്നിട്ട് ചുമ്മാ ഇരുന്നിട്ട് കാർച്ചയാണ് കേട്ടോ. ഞാൻ പിന്നെ ജെല്ലി കൂടെ എറിയുന്ന മാതിരിയൊക്കെ ആക്ഷൻ കാണിച്ച് ഓടിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂടുതൽ അവരുടെ ഒന്ന് ഇടിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.